ഡിസംബർ ചാർട്ടിലേക്ക് നോക്കുന്നത് ശ്രദ്ധിച്ചേ. നമ്മൾ ഇന്നലെ എക്സാക്റ്റ് എവിടെയാണോ പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ഒരു സ്നൈപ്പർ എൻട്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്റ്റ് അവിടെ ഒരു വിക്ക് കൊണ്ട് അവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് 1600 പോയിൻറ്റ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നമ്മൾ എക്സാക്റ്റ് 2350 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 1600 പോയിന്റിൽ ഒരു പാർഷ്യൽ ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വാണ്ടിറ്റി ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയ ലൈവിലേക്ക് ആയിരിക്കും സ്വാഗതം. നമുക്ക് എന്തായാലും ഇന്നത്തെ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ബിറ്റ്കോയിൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മുടെ വ്യൂ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. മാർക്കറ്റ് എക്സാക്റ്റ് റേഞ്ച് എത്തിയാൽ നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ഷോർട്ട് ചെയ്യും എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഏകദേശം ആ ഒരു ഏരിയയ്ക്ക് ഒരു 600-700 അല്ലെങ്കിൽ 1000 മുന്നേ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നിങ്ങൾ ലൈവിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. മാർക്കറ്റ് അവിടെ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഷോർട്ട് ചെയ്യും എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഡിസംബർ ചാർട്ടിലേക്ക് നോക്കുന്നത് ശ്രദ്ധിച്ചേ. നമ്മൾ ഇന്നലെ എക്സാക്റ്റ് എവിടെയാണോ പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ഒരു സ്നൈപ്പർ എൻട്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്റ്റ് അവിടെ ഒരു വിക്ക് കൊണ്ട് അവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം മാർക്കറ്റ് 1600 പോയിൻറ്റ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നമ്മൾ എക്സാക്റ്റ് 2350 പോയിൻ്റാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 1600 പോയിന്റിൽ ഒരു പാർഷ്യൽ ക്വാണ്ടിറ്റി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വാണ്ടിറ്റി ഓൾറെഡി റണ്ണിങ്ങിലാണ്. നമ്മുടെ വ്യൂ മാർക്കറ്റിൻ്റെ ബെയറിഷ് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഏകദേശം 59,000 ആ റേഞ്ചിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റിൽ നമ്മളൊരു 1:2.36 ഈ ഒരു RR ട്രയൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് എന്തായാലും ഒരു പുൾ ബാക്ക് തരും. എക്സാക്റ്റ് മാർക്കറ്റ് ലിക്വിഡിറ്റി സോണുകൾ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എക്സാക്റ്റ് എന്ത് ചെയ്യും, ഒരു പുൾ ബാക്ക് തരും. നമ്മൾ ആ പുൾ ബാക്കുകളെ വീണ്ടും താഴത്തേക്ക് ട്രേഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഇപ്പം മാർക്കറ്റ് ഒരു 1 hour ടൈം ഫ്രെയിം നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു പുൾ ബാക്ക് ഇവിടെ ഏകദേശം ഈ ചെറിയൊരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതിന് ശേഷം ചെറിയൊരു പുൾ ബാക്ക് ഓൾറെഡി മാർക്കറ്റ് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ അതിനെ ട്രേഡ്സ് ആക്കാമായിരുന്നു. ഈ സപ്ലൈ സോണിൽ നമുക്ക് ഇന്റേണൽ സപ്ലൈ സോണിൽ ട്രേഡ്സ് ആക്കാമായിരുന്നു. അതുപോലെ നമ്മൾ ഈ ട്രേഡ്സ് റണ്ണിങ് ആയതുകൊണ്ട് തന്നെയാണ് അവിടെ അധികം ക്വാണ്ടിറ്റി ആഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു TP അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ലിക്വിഡിറ്റി സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പമ്പ് ചെയ്യും അല്ലെങ്കിൽ പുൾ ബാക്ക് തരുമ്പോൾ നമ്മൾ അവിടെ അതിനെ ട്രേഡ്സ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വ്യൂ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ്. മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 59,000 നിയറസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 59,000. അതിനുശേഷം മാത്രം നമ്മൾ താഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. നോക്കി നിങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഒരു കറക്റ്റീവ് ഫേസിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് 1 hour സോണിൽ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് റിജക്ഷൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരണമെങ്കിൽ മാർക്കറ്റ് നമുക്ക് 1 hourലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 hourലോ നമുക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് നമ്മളൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് എടുക്കത്തുള്ളൂ. നിലവിൽ നമുക്കൊരു ബുള്ളിഷ് പ്ലാനേ ഇല്ല. അതായത് നമ്മൾ ഈ പുൾ ബാക്കുകളൊന്നും ട്രേഡ്സ് ആക്കാറില്ല. നമുക്ക് ഓൾറെഡി നിലവിൽ ബെയറിഷ് പ്ലാനാണുള്ളത്. നിലവിൽ നമുക്ക് ഈ ഒരു 10 ദിവസത്തിനകത്ത് നമുക്ക് അല്ലെങ്കിൽ 9 ദിവസം, ഇന്ന് 9 ഈ 9 ദിവസത്തിനകത്ത് നമുക്ക് ഏകദേശം നമുക്ക് 5 ട്രേഡ്സാണ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു ട്രേഡ് SLലും ബാക്കി 4 ട്രേഡ്സ് കൃത്യമായി പ്രോഫിറ്റിലുമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു മാസം അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ റിസ്കി ട്രേഡ്സുകളൊന്നും എടുക്കുന്നില്ല. കൺഫർമേഷൻ ട്രേഡ്സുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡ്സ് TP ആകുമോ ഇല്ല എന്നുള്ളത് നോക്കാം. ഈ ഒരു ട്രേഡ്സ് TP ആയതിനു ശേഷം മാത്രം അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഇതിനൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റു ട്രേഡ്സിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതാ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു സെക്ഷനിൽ 6:30 തുറന്ന അടുത്ത സെക്ഷനിൽ മാർക്കറ്റ് TP ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത പുൾ ബാക്ക് നമുക്ക് എക്സാക്റ്റ് നല്ലൊരു ട്രേഡ്സ് അല്ലെങ്കിൽ നല്ലൊരു പുതിയൊരു സപ്ലൈ സോൺ നമുക്ക് ട്രേഡ്സ് കിട്ടിയാൽ നമ്മൾ അതിനെയും ട്രേഡ്സ് ആക്കുന്നതാണ്. എന്തായാലും ഞങ്ങളുടെ ട്രേഡ്സുകൾ ഞങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രീമിയം ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ ട്രേഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ട്രേഡ്സുകൾ നിങ്ങൾക്ക് വ്യൂ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ്സുകൾ കോപ്പി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ട്രേഡ്സ് അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.